ഹലോ! ഇഫ്താറിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു സ്നാക്കാണ് ചിക്കൻ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം വെച്ചിട്ട് ഇഫ്താറിന് നമുക്കൊരു സ്റ്റാർ ആവാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അതും ചിക്കൻ വെച്ചിട്ടാണ്. ചിക്കന് വേവിക്കുകയോ മസാലകളോ ഒന്നും വേണ്ട. അല്ലാതെ നമ്മൾ അടിപൊളിയായിട്ടൊരു വെറൈറ്റി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇഫ്താറിനൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനുള്ളൊരു മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ? അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കിൻ്റെ ഐറ്റമാണ് കേട്ടോ. ഇതിന് പെയിൻറ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് എടുത്തേക്കുന്ന കുറച്ച് ക്യാരറ്റ്, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്, സവോള അരമുറി മതി, ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിതിലേക്ക് വേണ്ടിയത്. ആദ്യം തന്നെ ബോൺലെസ് പീസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതൊന്ന് നമ്മൾ ഒരു 250 ഗ്രാം ഉണ്ടാവും കേട്ടോ. അതൊന്ന് നമ്മൾ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്. അതിന് മുൻപ് നമ്മളിതിലേക്ക് മുൻപ് കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവോള, പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. മിക്സിയിലിട്ട് അടിക്കുന്നതുകൊണ്ട് നമുക്ക് വേഗം ഒന്ന് അരിഞ്ഞ് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഇതേപോലെ കുഴഞ്ഞ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിനകത്ത് നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല വെറൈറ്റി ഒരു സ്നാക്കാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജ്ജീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. വെജ്ജീസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതിനകത്ത് വെജ്ജീസ് ആഡ് ചെയ്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെന്തായാലും കഴിക്കും കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പിലായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. നല്ല കുട്ടികൾക്കൊക്കെ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന പോലെ ഒരു ഷേപ്പിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കും കേട്ടോ. പ്രത്യേകിച്ചും ഒരു ഫുഡ് കഴിക്കാൻ തോന്നുന്നത് അതിൻ്റെ ഷേപ്പിൽ, അതിൻ്റെ ആ ഒരു ഭംഗി അറിയുന്നത് അതിൻ്റെ ഷേപ്പിലല്ലേ. ഉള്ളിൽ എന്താണ് ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നില്ലല്ലോ. നമ്മൾ എക്സ്റ്റേണലി നമ്മൾ കാണുന്ന ഒരു അപ്പിയറൻസ് പോലെ ആയിരിക്കും ഫുഡിനോടുള്ളൊരു അട്രാക്ഷൻ. കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് വേറെ, അല്ലാതെ കാണുമ്പോൾ ഉള്ളൊരു ഭംഗി വേറെ, അങ്ങനെയാണല്ലോ അല്ലേ. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ ആ ഷേപ്പാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബ്രെഡാണ്. നിങ്ങൾ വെളിയിൽ നിന്ന് ബ്രെഡ് ക്രംസ് മാക്സിമം വാങ്ങാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇങ്ങനെ കാണിക്കുന്നത്. കാരണം വെളിയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ ഒരുപാട് ഡേറ്റൊക്കെ മാറിയതായിരിക്കും. അതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യാതെ വീട്ടിൽ എന്തെങ്കിലും ബ്രെഡ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു വേറൊരു വിഷയങ്ങളും വരില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് പൊടിച്ചെടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ കട്ട്ലറ്റൊക്കെ വറക്കുന്ന പോലെ തന്നെ അതേപോലെ രീതിയിൽ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ മുട്ടയും പൊട്ടിച്ചിട്ട് ബ്രെഡ് ക്രംസും ഇത് രണ്ടും മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഇറച്ചിയുടെ ആ ഒരു മിക്സ് എടുത്തിട്ട് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് സാധാ കട്ട്ലറ്റൊക്കെ വറുക്കുന്ന പോലെ സെയിം പ്രൊസീജിയറാണ്. അതൊന്ന് മുക്കിയിട്ട് വറുത്തെടുക്കുകയാണ്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് മുട്ടയിലൊന്ന് മുക്കി പൊരിച്ചാൽ അടിപൊളി ഒരു ഇഫ്താർ സ്നാക്ക് റെഡി ആവും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് നമുക്ക് ഫ്രീസ് ചെയ്തിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. ഒരാഴ്ചയോളം ഫ്രീസ് ചെയ്ത് നമ്മളിത് വെച്ചിട്ട് പെട്ടെന്ന് സഡേന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിങ്ങനെ ചെറിയൊരു പിച്ചാത്തി വെച്ചിട്ട് നല്ല ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഷേപ്പിന് വേണ്ടിയിട്ട്. ഇവിടെ വീട്ടിലൊരാളുണ്ട്. ആളിങ്ങനെ അതിൻ്റെ ഭംഗി നോക്കി കഴിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോന്നായിട്ട് എണ്ണയിലൊന്നിട്ട് മുക്കി പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ ഒരുപാട് വേവുന്നില്ല. നല്ല വെന്ത് ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവുന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കനായിട്ടാണ് കിട്ടുന്നത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുമ്പം കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. ചിക്കൻ അത്ര ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അധികം വേവാതെ എന്നാൽ വെന്തിട്ടുണ്ടല്ല, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന്